ഫുട്ബോൾ ലോകത്ത് വാർ ചർച്ചയാവുന്നത് ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ്. ഇന്നലെ പ്രീമിയർ ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ മത്സരത്തിലെ 2 സംഭവങ്ങളാണ് ഫുട്ബോൾ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് അനുകൂലമായി പെനാൽറ്റി അനുവദിച്ച സംഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മത്സരം തുടങ്ങി 9 മിനിറ്റ് പിന്നിടുന്നു. പെനാൽറ്റി ബോക്സിലേക്ക് സിറ്റിയുടെ വിങ്ങർ ജെറമി ഡോക്കു കുതിച്ചെത്തുന്നു. ഡോക്കുവിനെ ലിവർപൂൾ ഗോൾ കീപ്പർ ഫൗൾ ചെയ്യുന്നു. റഫറിയുടെ ആദ്യത്തെ തീരുമാനം പെനാൽറ്റി അല്ല എന്നായിരുന്നു. എന്നാൽ ഗോൾ കീപ്പർ നടത്തിയ ഫൗൾ ഡോക്കുവിന്റെ ബാലൻസ് നഷ്ടപ്പെടുത്തി എന്ന കണ്ടെത്തലിൽ റഫറി വാർ പരിശോധിച്ച ശേഷം ഡിസിഷൻ ഓവർടേൺ ചെയ്യുന്നു. ഹാളണ്ട് ആ പെനാൽറ്റി മിസ് ചെയ്തതോടെ സ്കോർ വീണ്ടും 0-0. ഹാളണ്ടിന്റെ തന്നെ മറ്റൊരു ഗോളിൽ മാൻ സിറ്റി മുന്നിലെത്തുന്നുമുണ്ട്. ഇതിനേക്കാൾ ഇന്നലത്തെ മത്സരത്തിൽ ചർച്ചയായ വാർ തീരുമാനം മറ്റൊന്നായിരുന്നു. മത്സരം 38-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ ലിവർപൂൾ ഒരു ഗോളിന് പിന്നിലാണ്. അപ്പോഴാണ് ലിവർപൂളിന് ഒരു കോർണർ കിക്ക് ലഭിക്കുന്നത്. മുഹമ്മദ് സലാം നീട്ടി നൽകിയ കോർണർ ലിവർപൂൾ ക്യാപ്റ്റൻ വാൻ ഡൈക്ക് ഹെഡ് ചെയ്ത വലയിലേക്ക് എത്തിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അസിസ്റ്റന്റ് റഫറി ഓഫ് സൈഡ് വിളിക്കുന്നു. റഫറി വാർ പരിശോധിച്ച് ഗോൾ നിഷേധിക്കുന്നു. ആൻഡ്രൂ റോബർട്ട്സന്റെ പൊസിഷൻ മാഞ്ചസ്റ്റർ സിറ്റി ഗോൾ കീപ്പറുടെ കാഴ്ച മറയ്ക്കും വിധത്തിലായിരുന്നു എന്നതായിരുന്നു കാരണം. എന്തായാലും ലിവർപൂളിന് സമനില നേടാനുള്ള അവസരം അങ്ങനെ ഇല്ലാതായി. ഒരുപക്ഷെ അത് ഗോളായിരുന്നെങ്കിൽ കളിയുടെ ഗതി തന്നെ മാറിയേനെ. ഇവിടെ 2 തീരുമാനങ്ങളും ശരിയാണെന്നും തെറ്റാണെന്നും വാദിക്കുന്നവരുണ്ട്. ഒരു ഫുട്ബോൾ മത്സരത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ കൃത്യതയ്ക്കായാണ് വാർ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ നിലവിലുള്ളത്. എന്നിട്ടും വാർ തീരുമാനങ്ങളിൽ തന്നെ 2 അഭിപ്രായങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥയാണിപ്പോൾ.